സൂറത്തു നസ്ർ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് തൗബയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പൂർത്തിയായി എന്നറിയിച്ച, അതായത് നബി തങ്ങളുടെ വഫാത്തിന്റെ സൂചന കൊടുത്ത സൂറത്താണ് സൂറത്തു നസ്ർ. ഈ സൂറത്തിൽ ഇവിടെ സൂചിപ്പിച്ച ഫതഹ്, അതായത് മക്കം ഫതഹാണ്, മക്ക വിജയം. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം നബി തങ്ങൾ 2 വർഷമാണ് ജീവിച്ചിരുന്നത്. ഇത് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. 23 വർഷക്കാലം തുടർച്ചയായി പീഡനങ്ങളും ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിച്ച നബി തങ്ങൾ അവസാനം ഇത്രയൊക്കെ പ്രശ്നങ്ങളും സഹിച്ചതിന് ശേഷം ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറാതെ അതിനൊരു പരിസമാപ്തി എത്തിക്കുന്നതാണ് ഈ മക്കം ഫതഹ്, അതായത് മക്കയുടെ വിജയം. നബി തങ്ങളുടെ ഈ ദൗത്യത്തിൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് പരിപൂർണ വിജയം നേടാൻ പറ്റി. മക്കം ഫതഹിന് ശേഷം നിരവധി അറബി ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് ഒന്നിച്ചു വരുന്ന, അതായത് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അനേകം വർഷകാലം മക്ക മുശ്രിക്കീങ്ങൾ ഷിർക്കിന്റെ കേന്ദ്രമായി മാറ്റിയിരുന്ന പരിശുദ്ധ കാബാലയം മക്കം ഫതഹോടുകൂടി തിരിച്ചു പിടിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൻ നസ്ർ.